നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാനിപ്പോൾ സിലബസ് ഇത്ര കാര്യങ്ങളുണ്ട്, അതേപോലെ ഇതിൽ GK കയറി വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയാലോ അല്ലേ? അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ ബാങ്ക് എക്സാമിന് ഞങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റുമോ, അതോ ഞങ്ങൾക്ക് ഇൻഷുറൻസ് എക്സാമുകളും ബാങ്ക് എക്സാമുകളും മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്കുള്ള ഡൗട്ടുകളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്താണ് ഒരു സിലബസ്, കൂടുതൽ അവസരങ്ങൾ? യെസ്, സത്യം തന്നെയാണ്. നിങ്ങൾ ബാങ്ക് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ഈ സെയിം സിലബസ് വെച്ച് നിങ്ങൾക്ക് ഒരു കൊല്ലം ഏകദേശം 1.5 ലക്ഷത്തിലേറെ വേക്കൻസീസ്, 1.5 ലാക്സിലേറെ വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ അവസരം അത്രയ്ക്കധികം എന്താണ് കൂടുതലാണ് അവസരങ്ങൾ. അത് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ബാങ്ക് എക്സാമിന് നിങ്ങൾ പഠിക്കുന്നത്? പ്രധാനമായിട്ടും പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് എന്ന് പറയും അല്ലേ, അതേപോലെ തന്നെ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളേജ്, ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. ഇത്ര കാര്യങ്ങളാണ് നിങ്ങളൊരു ബാങ്ക് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസിനും വേണ്ടി പഠിക്കുന്നത്. ഈ സെയിം സിലബസ് വെച്ച് നമുക്ക് ഏതൊക്കെ എക്സാമുകളിലേക്ക് എഴുതാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കാം. ജസ്റ്റ് നമ്മൾ ബാങ്ക് എക്സാം ഡിഗ്രി ലെവൽ എക്സാമുകളാണ്. ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റുകളായാലും അതേപോലെ ഓഫീസർ പോസ്റ്റുകളായാലും മിനിമം ഡിഗ്രി വേണം. അതുകൊണ്ട് തന്നെ ആ എക്സാമുകൾക്കെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഉണ്ടാവും. ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും പഠിക്കുന്നതും. അതേപോലെ തന്നെ ബാങ്ക് എക്സാമുകൾ പ്രധാനമായിട്ടും ടൈം മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. സോ നിങ്ങളുടെ എക്സാമുകൾ എഴുതുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് എക്സാം കോച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓൾറെഡി സിലബസ് ഫുള്ള് നിങ്ങൾ കവർ ചെയ്യും, അതേപോലെ തന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയ്ക്കുമേറെ എക്സാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻഷുറൻസ് എക്സാം ആൻഡ് ബാങ്ക് എക്സാംസ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഈ കൊല്ലം മാത്രം നാഷണലൈസ്ഡ് ബാങ്കുകളും നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനികളിലേക്കും കൂടി ഏകദേശം 60,000-ലേറെ വേക്കൻസികളിലേക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഞാൻ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളുടെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളുമാണ്. ദെൻ അത് കൂടാതെ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് LBO പോസ്റ്റ്, ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട്, ഇന്ന സമയമൊന്നുമില്ല. അതേപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ്, SBI ക്ലർക്കിനായിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് വിളിക്കും, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ വിളിക്കും. അങ്ങനെ പല ബാങ്കുകളും അപ്രന്റീസ്ഷിപ്പുകൾ വിളിക്കുന്നുണ്ട്, അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ മണിപ്പാൽ കോഴ്സ് ചെയ്തിട്ട് ഡയറക്റ്റ് PO പോസ്റ്റുകളിലേക്ക് കയറുന്നത് വിളിക്കാറുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയും കാനറ ബാങ്കും അതേപോലെ പ്രൈവറ്റ് കമ്പനികൾ, പ്രൈവറ്റ് ബാങ്കുകൾ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അതും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര വേക്കൻസി ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വേക്കൻസി വീണ്ടും 1 ലക്ഷത്തിൻ്റെ അടുത്തിലേക്കൊക്കെ തന്നെ നീങ്ങും. അത്രയ്ക്കധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടറിൽ ഒരു കൊല്ലം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയ്ക്കും പോസ്റ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേട്ട് കാണും. നമ്മൾ ഇവിടെ ഡിഗ്രി ലെവലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് MTS ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്കുള്ള MTS റിക്രൂട്ട്മെന്റ് ഉണ്ട്. 10th ലെവൽ ക്വാളിഫിക്കേഷൻ മതി. CHS ഹയർ സെക്കൻഡറി +2 ക്വാളിഫിക്കേഷനുള്ള CHS, CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ലെവലാണ്. അത് കൂടാതെ ഇതിൽ ഡൽഹി പോലീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്ര വേക്കൻസിയാണ് 35,000. അത് കൂടാതെ നമുക്ക് എന്തുണ്ട്? SSC GD അധികം വൈകാണ്ട് തന്നെ വിളിക്കും. ആ വേക്കൻസി ഏകദേശം ഒരു 50,000-ലേറെ വേക്കൻസി എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേക്കൻസികളെല്ലാം കൂടി എത്ര എത്തുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റെയിൽവേ എക്സാംസ് ആണ്, RRB എക്സാംസ്. ഇവിടെയും ഞാൻ ടെക്നിക്കൽ ഒന്നും വിളിച്ചിട്ടില്ല. ആകെ ഇതിലിട്ടിരിക്കുന്ന എന്താ, ടെക്നിക്കൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്ക് 10th ലെവൽ ആയിട്ടുള്ള ഗ്രൂപ്പ് D പോസ്റ്റുകൾ, NTPCയിൽ വരുന്ന +2 ലെവല്, അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ് ലെവല്, അത് കൂട്ടിയിട്ടാണ് നമുക്ക് എത്ര വരുന്നത്? 44,000. അത് കൂടാതെ റെയിൽവേ കോൺസ്റ്റബിൾ, RPF കോൺസ്റ്റബിൾ, SI അത് വിളിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലേക്ക് തന്നെ വരാണെങ്കിൽ EPFOയും ESICയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യാം. സെയിം സിലബസ്, സെയിം എക്സാം പാറ്റേൺ ആണ്. FCA എക്സാമുകൾക്കും സെയിം സിലബസും സെയിം എക്സാം പാറ്റേണുകളാണ്. ക്ലിയർ അല്ലേ? റെഗുലേറ്റിംഗ് ബോഡികളായിട്ടുള്ള SEBI, NABARD, IRDA, അതേപോലെ തന്നെ RBI എക്സാംസ്,
പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ നമുക്ക് RBIയിലേക്ക് വരാണെങ്കിൽ RBI അസിസ്റ്റന്റിലേക്കുള്ള വേക്കൻസിയിലേക്കുള്ള എക്സാം ബാങ്കിങ് ലെവൽ അതേപോലെ തന്നെ സെയിം സിലബസും സെയിം പാറ്റേൺ ആണ്. RBI ഗ്രേഡ് ബി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി വരും. സെബിയിലേക്കാണെങ്കിലും നമ്മളൊരു പേപ്പർ കൂടുതൽ പഠിക്കേണ്ടി വരും. നബാർഡിലേക്കാണെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുക. IRDA ആണെങ്കിലും ആ സെപ്പറേറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചു പോയാൽ മതി. ഇനി നമുക്ക് SSCയിലേക്ക് വരാണെങ്കിൽ SSC റെയിൽവേ, നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന വേറെ 2 ആൾക്കാരാണ് SSC റെയിൽവേ. SSCയിലേക്ക് വരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്? പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്. പിന്നെ അവിടെ വരുന്നത് നമുക്ക് എന്താണ്, GK ആണ്. കറണ്ട് അഫേഴ്സും ഈ പറഞ്ഞ ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങും നമ്മൾ അടിപൊളിയായിട്ട് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് വീണ്ടും ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ GK മാത്രം ഇവിടെ പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വിളിക്കുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് എക്സാം എഴുതാൻ പറ്റും. റെയിൽവേയിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ഇല്ല, അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ അവയർനെസ് വിത്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ GK ആണുള്ള ഈ GK നമ്മൾ ഇവിടെ നമുക്ക് പഠിക്കുന്ന GK തന്നെ ഇവിടെയും മതി. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. ബാങ്ക് എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരൊറ്റ സിലബസ് മതി. കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 ലക്ഷത്തിനടുത്ത് വേക്കൻസികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. നമ്മുടെ മുന്നിൽ അവസരങ്ങളില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആകെ കുറച്ച് വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന 10 വേക്കൻസി ഉള്ളെങ്കിൽ 10 ആൾക്കാർക്ക് കിട്ടിപ്പോവും. സോ അവസരങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞത് 1 കൊല്ലത്തെ വേക്കൻസിയാണ്. ഇപ്പോൾ ഇൻഷുറൻസ് എക്സാമുകളായാലും ബാങ്ക് എക്സാമുകളായാലും SSC റെയിൽവേ എക്സാമുകളായാലും എല്ലാ ഇയറും വിളിക്കാൻ പോവുകയാണ്. ഇൻഷുറൻസും ബാങ്ക് എക്സാംസും എല്ലാ കൊല്ലങ്ങളും വിളിക്കാറുണ്ട്. SSCയും റെയിൽവേയും അതേപോലെ തന്നെ ഇനി എന്താണ്, ഇയർലി റിക്രൂട്ട്മെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കില്ല. കാരണം ഇതെല്ലാം എപ്പോഴാണ് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 കൊല്ലം ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത്ര എക്സാമുകൾ എഴുതാനുണ്ട്. ഇപ്പൊ ഇതിൽ ഇത്രയും പോസ്റ്റിൽ 25-ലേറെ എക്സാമുകൾ നമുക്ക് എഴുതാൻ പറ്റും. ബാങ്ക് എക്സാമുകൾ മാത്രം ആ സിലബസ് പഠിച്ചു പോകുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ പഠിച്ചാൽ 25-ലേറെ എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 25 എക്സാമുകൾ എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും. രണ്ടും പാസ്സാവുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും അല്ലേ? അപ്പോൾ ഏകദേശം 25 പ്രിലിംസ് ഉണ്ടാവും. അപ്പോൾ 1 കൊല്ലം ഫുള്ള് നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാനായിട്ടുണ്ടാവും. സോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഒട്ടും സമയം കളയാതെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കാം. ജസ്റ്റ് ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കണം. നമ്മളുടെ എൻട്രിയിൽ IBPS POന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നപ്പോൾ 38-ലേറെ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വട്ടം എന്താണ് ഇതേപോലെ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും അതിൽ ഉൾപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് IBPS POന്റെ പ്രിലിംസിന്റെ റിസൾട്ടിൽ ഏകദേശം 38-ലേറെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാനിപ്പോൾ സിലബസ് ഇത്ര കാര്യങ്ങളുണ്ട്, അതേപോലെ ഇതിൽ GK കയറി വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയാലോ അല്ലേ? അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. എന്താണ്? എൻട്രീസ് ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ കോഴ്സ്. അതായത് എല്ലാ കോച്ചിങ്ങുകളും, ഇപ്പം നിങ്ങൾക്ക് SSCയിൽ വിളിക്കുന്ന പോസ്റ്റുകളെല്ലാം, റെയിൽവേയിൽ വിളിക്കുന്ന പോസ്റ്റുകളെല്ലാം, ബാങ്കിങ്ങിൽ വിളിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും കൂടി ഒരൊറ്റ ബാച്ച് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഫുൾ ത്രൂ ഔട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി ബാച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനുള്ള ഇന്റർവ്യൂ കോച്ചിങ്ങും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കോച്ചിങ്ങും തുടങ്ങിയ എല്ലാം ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് ഇനി എക്സാംസിനെ കുറിച്ചൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും, അതേപോലെ കോഴ്സുകളെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് ചെയ്തു തരും. ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരൊറ്റ പഠനം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിനും ഇൻഷുറൻസ് എക്സാമുകൾക്കും വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരൊറ്റ പഠനം കൊണ്ട് നിങ്ങൾക്ക് 60,000-ലേറെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണോ, അതോ 2 ലക്ഷത്തിലേക്ക് അടുത്ത് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണോ?
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ്, ഇപ്പോൾ നമ്മളുടെ ഗോൾഡ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഗോൾഡ് ബാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ഈ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടി ഒരു എലൈറ്റ് ബാച്ച് കൂടി നമുക്കുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിനെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ആ കാര്യങ്ങൾ ആ സൈഡിൽ കൂടെ തന്നെ പോകും. അതിന് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ എലൈറ്റ് ബാച്ച് പോകുന്നത്. ആ എലൈറ്റ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആയിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവരും അവർ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.